പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തി. സ്നേഹകിരണം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടത്തി. സ്നേഹകിരണം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു, ഭിന്നശേഷി കുട്ടികളെ ആ കുടുംബത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ്. ആ കടമ നമ്മൾ ഏറ്റെടുത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ജന്മനാ തന്നെ ഈ മണ്ണിൽ ഓടി നടന്ന് കളിക്കാനോ സന്തോഷിക്കാനോ ഭാഗ്യം കിട്ടാത്തത്. ആ ഭാഗ്യം ലഭിച്ചിട്ടും വിധി ക്രൂരമായി വേട്ടയാടിയതിനാൽ ഭിന്നശേഷിക്കാരായി ജീവിക്കേണ്ടി വരുന്നവ ഇങ്ങനെ ഒട്ടേറെ പേരുണ്ട്. പക്ഷെ അവർക്ക് ശരീരം കൊണ്ട് ഒക്കെ ചില ബുദ്ധിമുട്ടുള്ളപ്പോഴും അവർക്ക് എന്തോ പ്രധാനമായ എല്ലാ തരത്തിലുമുള്ള കടമകളുണ്ട്. അതാണ് അവരാണ് ചരിത്രത്തിൽ വലിയ ആളുകളായി മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഞാൻ ഒരുപാട് ഉദാഹരണത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗകൻ ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ഗ്രീക്കിലെ ഡെമോസ്തനിസ് ആണ്. ഡെമോസ്തനിസ് ജന്മനാ ഭിന്നശേഷിക്കാരനായിരുന്നു. വൈസ് പ്രസിഡന്റ് എൽ സുധ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജെ അംബികാകുമാരി സ്വാഗതം പറഞ്ഞു. മനോവികാസ് ഡയറക്ടർ ഡി ജേക്കബ് മുഖ്യാതിഥിയായി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.